എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടവിട്ട് 1-2 ദിവസം ഇടവിട്ടൊക്കെയാണ് വീഡിയോസ് ഇടുന്നില്ല, അതുകൊണ്ട് വ്യൂസ് ഒട്ടുമില്ല കേട്ടോ. ഇപ്പം വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന്, പക്ഷേ മടി തന്നെയാണ് പ്രധാന കാരണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഗോൾഡൻ ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ എത്ര കെമിക്കൽ ക്രീമുകൾ, കെമിക്കൽ ഫേഷ്യലൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യാറില്ലേ, അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചുമ്മാ ഒരു ഫേഷ്യൽ ചെയ്യാം കേട്ടോ. അതിന് കുറച്ച് ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ക്ലെൻസിങ് ഉണ്ട്, സ്ക്രബിങ് ഉണ്ട്, നല്ലൊരു മസാജിങ് ഉണ്ട്, നല്ലൊരു പാക്ക് ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു പാക്കും ഒരു പാക്ക് ഒന്നും ചെയ്യാത്തവരുടെ ഒരു ഫേസിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ കഴിയും കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പാക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടിപ്സിലൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയില്ല. പക്ഷേ ഒരു പാക്കുകളും ഒന്നും ചെയ്യാത്തവർക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയുള്ളൂ കേട്ടോ. മൊത്തം കുയിച്ചാണ്. ഈ മഴ ഇടയ്ക്ക് പെയ്യും, പിന്നെ വെയിൽ വരും. അപ്പോൾ നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യാവേ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഭയങ്കര സങ്കടപ്പെട്ട ദിവസമാണ്. കാരണം 2 മാസം മക്കളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ അടിച്ചുപൊളിയായിരുന്നു. ഒച്ചയായി ബഹളമായി ഒന്നും പറയണ്ട. വീട് ഒരു തലതിരിച്ച മട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ വിചാരിക്കും ദൈവമേ ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര വിഷമം, ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരു വിഷമം കേട്ടോ. 2 മാസം കലവല കുഞ്ഞാറ്റ ഉണ്ണിക്കൂട്ടാന്ന് വിളിച്ച് അവരുടെ ചെവി എന്താ പറയുക, ചെവി പൊട്ടിപ്പോയി കാണും. കാരണം അതുപോലെ ഒച്ചയും ബഹളമായിരുന്നു ഇവിടെ. അപ്പം ഇന്ന് മക്കളില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോസ് തന്നെ ചെയ്യാം. വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ പ്രയാസങ്ങളൊക്കെ മാറും കേട്ടോ. നമ്മളെപ്പോഴും അടുക്കളപ്പണി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു മൈൻഡൊക്കെ പെട്ടെന്ന് സാഡാവും. പെട്ടെന്ന് എനിക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ആ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ പോയതട്ട. വലിയ സങ്കടം കാര്യങ്ങളൊന്നുമില്ല. എന്നെ കെട്ടിച്ചിട്ട് ഇടുക്കിയിലാണ് വീട്ടിൽ, അപ്പം അമ്മ കാസർഗോഡാണ്. ആ ഒരു സങ്കടമാണ് എനിക്ക്. വേറെ ഒരു കാര്യമില്ല കേട്ടോ. വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നേ. നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്യാൻ കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഞാനിതാ പാലെടുക്കുവാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴല്ല വീഡിയോ ഒരുപാട് കയറി പോകും, ലെങ്ത് കൂടും. അപ്പോൾ അതാ ഞാനിതാ പാലെടുത്തിട്ടുണ്ട്. പാല് കൊണ്ട് ക്ലെൻസിങ് ചെയ്യുന്ന കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ തൈര് കൊണ്ട് ക്ലെൻസിങ് ചെയ്യാവേ. പക്ഷെ ഞാനിന്ന് പാലെടുത്തേക്കണം. അതെനിക്ക് തൈരിനേക്കാളും ഒരുപടി ഇഷ്ടം കൂടുതൽ പാല് തന്നെയാണ്. പിന്നെ ഓരോ സ്കിന്നുകാർക്ക് ഏതാ ചേരണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാലും മഞ്ഞൾപ്പൊടിയും കേട്ടോ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് പൊട്ടൊന്ന് മാറ്റട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ക്ലെൻസിങ് ചെയ്യാം. ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഒരു ക്ലെൻസിങ് ഉണ്ടല്ലോ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഫേഷ്യൽ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ ഒരുപാട് മാറ്റം ഉണ്ടാവും. കണ്ടോ, ലൈറ്റായിട്ട് ഒരു മഞ്ഞപ്പുണ്ട് മുഖത്ത്. ഇന്ന് ഞാൻ കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഡ്രസ്സ് ഇങ്ങനെ കഴുത്തിറങ്ങിയ ഡ്രസ്സായതുകൊണ്ട് നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 മിനിറ്റ് നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആവട്ടെ. ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കേണ്ട, നനഞ്ഞ തുണിയോടൊന്ന് തുടച്ച് മാറ്റാവേ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവേ. സ്ക്രബിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര വേണം കേട്ടോ. കുറച്ച് പഞ്ചസാര എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേനാണ് ഞാൻ മിക്സ് ചെയ്യണത്. പഞ്ചസാര, തേന്
പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയേ. എന്നുള്ള നമ്മൾ ഈ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളറ് പിടിക്കുള്ളൂ. ഒരുപാട് മഞ്ഞൾ തേക്കണ്ട കേട്ടോ. ഇനി മുഖത്തുണ്ടല്ലോ, നമ്മൾ മുഖം കഴുകി വരുവാണെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ് ഒന്നും ചെയ്യരുത്. ചെറുതായിട്ട് ഒരു നനവ് നമ്മുടെ മുഖത്ത് വേണം കേട്ടോ. അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇത് നമുക്ക് ചുണ്ടത്തും കൂടെ ഈ ഒരു സ്ക്രബ് തേച്ച് കൊടുക്കാം കേട്ടോ. ചുണ്ടിന് ചുറ്റിനുള്ള ആ കറുപ്പ് പോകാനൊക്കെ നല്ലതാണ്. കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും കഴുത്തിലൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. നന്നായിട്ട് വെച്ചാൽ ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യണ്ട, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കണേ. പിന്നെ വലിയ തരികളുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കല്ലും കൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. പൊടിഞ്ഞെടുക്കണ്ട, ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യട്ടെ. അതിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കറുത്ത ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇതൊന്ന് സ്ക്രബ് ചെയ്ത്, അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇത് മുഖം ഒന്ന് കഴുകിയെടുത്തോട്ടെ. കാരണം ശരിക്കും തുടച്ചപ്പോൾ അങ്ങനെ ശരിക്കും പഞ്ചസാരയിലൊന്നും പോകുന്നില്ലേ, തരികളൊന്നും പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് മുഖം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. മുഖം ഒന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ മുഖം എന്ത് സോഫ്റ്റ് ആയിരുന്നുണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മസാജിങ് കൂടെ കൊടുക്കാം. മസാജിങ് ആയിട്ട് എടുക്കുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ. നമ്മൾ ധാത്രിയുടെ അലോവേറ ജെല്ലാണിത്. ഇത് കുറച്ച് തീരാറായി. കുറച്ച് ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴും പിന്നെ മുഖത്ത് തേക്കാനൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാറുള്ളൂ. ഞാനിത് ഈ ഒരു അലോവേറ ജെല്ല് ഞാൻ ഇത്തിരി പിശുക്കുത്തരം കാണിക്കുന്നത് കേട്ടോ. ഞാനിത് കുറച്ച് എടുക്കുന്നുള്ളേ. ഒരു 1/2 ടീസ്പൂൺ അലോവേറ ജെല്ല് എടുക്കുന്നുള്ളൂ. ഒരു മാക്സിമം 1 സ്പൂൺ അലോവേറ ജെല്ല് എടുക്കുന്നതായിരിക്കുള്ളൂ നല്ലത് കേട്ടോ. അപ്പോൾ അലോവേറ ജെല്ലെടുത്തു. പിന്നെ വേണ്ടത് ഹണിയാണ്. തേനും കൂടെ അങ്ങ് തേക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ടാവേ. നമ്മൾ ഫേസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിത് കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അലോവേറ ജെല്ല്, തേന്, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ എന്തായാലും ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തൊന്ന് തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ എടുത്ത പാത്രത്തിൽ തന്നെയാണ് ഞാനിത് ഈ ഒരു മസാജിങ് എടുത്തത്. നമുക്ക് നന്നായിട്ടൊന്ന് മുഖത്തും കഴുത്തിലൊക്കെ നല്ലോണം അങ്ങ് തേച്ചെടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മസാജ് ചെയ്യാം. ഈ ഒരു മസാജിങ് ഉണ്ടല്ലോ, ഈ അലോവേറ ജെല്ലും തേനും ചേർത്തുള്ള ഈ ഒരു പാക്ക് ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫേസ് ഉണ്ടല്ലോ അത്രയ്ക്ക് നല്ലൊരു ഗ്ലോ തന്നെ വരെ. ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, എൻ്റെ ഫേസിലുള്ള ആ ഒരു കറുപ്പ് കുറഞ്ഞത് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഈ അലോവേറ ജെല്ലും ഈ ഒരു തേനും ചേർത്തുള്ള ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടാണ്. നല്ല എഫക്റ്റാണ് കേട്ടോ. നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ഗ്ലോ തന്നെ വരും. എല്ലാ ദിവസവും ഞാനിത്
തേക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തേക്കാറില്ല കേട്ടോ, ഉള്ള കാര്യം പറയും. ഇപ്പോൾ ഞാൻ തേക്കാറില്ല. ഇപ്പോൾ അങ്ങനെ ഒരു പാക്കിന് വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ എടുക്കാറുള്ളൂ. ഞാനെടുത്ത ഒരു അലോവേറ ജെല്ലെന്ന് വെച്ചാൽ നമ്മൾ നട്ടു വളർത്തുന്ന അലോവേറ ജെല്ലില്ലേ, അതാണ്. അത് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നമ്മുടെ നാച്ചുറൽ അലോവേറ ജെല്ലാണ് ഞാൻ തേച്ചുകൊണ്ടിരുന്നത്. നല്ല മാറ്റം ഫേസിൽ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നേ. നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്താട്ടോ. ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യാവേ. ഞാൻ അധികം മസാജ് ചെയ്യണത് എൻ്റെ ഈ ഒരു കവിളത്താണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും എൻ്റെ കവിൾ ഇപ്പോൾ ചീർത്തങ്ങ് വരുന്നത്. പിന്നെ നെറ്റിയുടെ സൈഡിൽ ഇപ്പം നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് കാണാവേ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെ കറുപ്പ് കുറയാനായിട്ട് ഈ ഒരു അലോവേറ ജെല്ലും തീരെ നല്ലതാണ്. നമുക്ക് കണ്ണിൻ്റെ താഴെ കറുപ്പ് നന്നായിട്ട് അങ്ങ് കുറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണേ, പതുക്കെ ഒന്ന് സ്പീഡിലാണ് ചെയ്യണം. നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം മസാജ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖത്തെ ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം നല്ലൊരു തുടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാവേ. ലാസ്റ്റ് സ്റ്റെപ്പ് നല്ലൊരു പാക്ക് മുഖത്ത് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ പാക്കിനായിട്ട് എടുത്തേക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടിയാണ് എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം. കടലമാവിനേക്കാളും കൂടുതൽ ഇഷ്ടം മുൾട്ടാണി മിട്ടി തന്നെയാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് തൈര് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് തൈരും കൂടെ നമുക്കിതിലങ്ങ് ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ വീട്ടിൽ കാണിക്കാൻ പറ്റുന്നില്ല. മുൾട്ടാണി മിട്ടി എടുത്തു, തൈര് എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കഴുത്തിലും കൂടെ ഇടാനുള്ളതുകൊണ്ട് കുറച്ചധികം മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. നമ്മൾ ഈ ഒരു ഫേഷ്യലുണ്ടല്ലോ, തേനും മഞ്ഞപ്പൊടി നമ്മളിതിൽ സ്കിപ്പ് ചെയ്തിട്ടില്ല അല്ലേ. നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്തെടുക്കാം. ഈ തേൻ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഒന്ന് ഒരു ഗ്ലോ വരാനും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ തേന്, മുൾട്ടാണി മിട്ടി, തൈര്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ മതി നമ്മുടെ ഈ ഒരു പാക്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാതെ. അത് നമ്മുടെ പാക്ക് ഉണ്ടല്ലോ ഇത്തിരി അങ്ങ് കട്ടി പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 സ്പൂണല്ല 2 സ്പൂൺ അളവിൽ തൈര് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാക്ക് എടുക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര അളവ് വേണം. അതൊക്കെ നമ്മൾ തന്നെ പഠിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മുൾട്ടാണി മിട്ടി എടുത്തേക്കണത് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മുഖത്ത് തേക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്കൊക്കെ തയ്യാറാക്കി ഉടനെ തന്നെ മുഖത്ത് തേക്കരുത്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ആ ഇത് തൈരും മുൾട്ടാണി മിട്ടിയും തേനും മഞ്ഞപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്യാൻ ഇത്തിരി പാടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖത്ത് തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിതിന് മസാജിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാക്കൊക്കെ നേരത്തെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് മസാജിങ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ അപ്പോൾ ഇത്ര നേരമൊക്കെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ഇത്ര നേരമൊക്കെ ആ ഒരു തൈരും തേനും ഒക്കെ ഒന്ന് മിക്സ് ആവുമല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ എന്തായാലും തേക്കുകയാണ്. നിങ്ങൾ തേക്കുമ്പോൾ അതുപോലെ ചെയ്യുള്ളൂ കേട്ടോ. നമുക്ക് തേക്കുമ്പോൾ വെച്ച് കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാൻ മറക്കല്ലേ. നല്ല വെട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു വെളുത്തിരിക്കുന്നത്. നല്ല വെയിലാണ്. വെയിലൊക്കെ അതിന് മുമ്പ് ഈ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നല്ല വെയിൽ വന്നിട്ടുണ്ട്.
കഴുത്തിലും കൂടെ ഇട്ട് കൊടുത്താലും നമ്മുടെ പാക്ക് ചെതയുണ്ടാവും. സാരമില്ല, നമുക്ക് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാമല്ലോ. ഈ പാക്ക് ബാലൻസ് വരുന്നതാണ്. നമുക്ക് ഒരിക്കലും നമ്മളത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് ബാക്കിയുള്ള തേച്ച് കൊടുക്കാമല്ലോ. ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം ഏറ്റവും നല്ല കേട്ടോ. നമ്മളിങ്ങനെ കൈയിട്ടൊക്കെ ഇങ്ങനെ വാരുന്നല്ലേ, അപ്പം അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ ചെയ്യാറില്ല. കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവേ. നമ്മുടെ മുൾട്ടണി മിട്ടിയാണല്ലോ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മുൾട്ടണി മിട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം. അപ്പം ഇവിടെ കടലമാവ് തീർന്നു കേട്ടോ. അതാണ് ഞാൻ ശരിക്കും മുൾട്ടണി മിട്ടി എടുത്തത്. പക്ഷേ എനിക്ക് മുൾട്ടണി മിട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫേസൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ് നമുക്കറിയാൻ കഴിയും. നമ്മൾ 2 ദിവസം മുമ്പ്, 2 ദിവസമല്ല 3-4 ദിവസം മുമ്പ് നമ്മൾ പാക്ക് ഇട്ടില്ലായിരുന്നു, മുൾട്ടണി മിട്ടിയും മുട്ടയുടെ വെള്ളയും ചേർത്തുള്ള പാക്ക്. അത് സൂപ്പർ പാക്കാട്ടോ. ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ പിള്ളേർ പറയും, അയ്യോ അമ്മ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് മുഖം നല്ല ബ്രൈറ്റ് ആവട്ടെ. മുട്ടയുടെ വെള്ള തന്നെ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് ഒരു നമ്മുടെ നിറത്തിന് തന്നെ വ്യത്യാസം അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മുൾട്ടണി മിട്ടിയും കൂടെ ചേർക്കുമ്പോഴോ ഇത് പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് കാണാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് വരാവേ. അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കഴുകിയാൽ ശരിയാവില്ല. ഇതൊക്കെ കഴുകിയിട്ട് കാണാം. ഹായ്, അപ്പോൾ ഞാനുണ്ടല്ലോ പാക്കൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖം കണ്ടല്ലോ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല തിളക്കം കണ്ടോ. ഞാനുണ്ടല്ലോ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും തേച്ചിട്ടില്ല. നമ്മളിത് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, ഫേഷ്യൽ മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ നമ്മൾ തേക്കാൻ മറക്കരുത് കേട്ടോ. അതെന്തായാലും നിർബന്ധം തന്നെയാണ്. അതിന് ശേഷം ഒരു സൺസ്ക്രീൻ ലോഷൻ കൂടെ തേക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. വെയിലൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ തേക്കാം. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും തന്നെ തേച്ചിട്ടില്ല. ആ പാക്ക് അങ്ങ് നമ്മൾ നേരത്തെ തേച്ച പാക്കില്ല, ആ പാക്ക് അങ്ങിട്ട് മുഖം നല്ല വൃത്തിയിൽ കഴുകിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് മതി എന്നല്ല ഞാൻ പറഞ്ഞത്. പാക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആവുന്നു. എനിക്ക് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞായിരുന്നു ഞാൻ ആ പാക്ക് ഒന്ന് മുഖത്തൊന്ന് കഴുകി കഴിഞ്ഞപ്പോഴും നല്ല മാറ്റം അറിയാൻ കഴിയും. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മുൾട്ടാണി മിട്ടി തേക്കുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവുന്ന. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു മഞ്ഞപ്പും കൂടെ നമ്മുടെ മുഖത്തുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുഖം നല്ല എന്താ പറയുക, നമ്മൾ തുടുത്തിരിക്കട്ടോ. നമ്മൾ നമ്മളൊരു എന്താ പറയുക, ഒരു മസാജിങ് നമ്മൾ ചെയ്തില്ലേ, മസാജൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ചൂടായിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ അധികം ചെയ്യുന്നത് എൻ്റെ കവിളിൽ തന്നെയാണ്. അപ്പം എൻ്റെ കവിളൊക്കെ നല്ല ചൂടായിട്ട് തന്നെ ഇരുന്നു. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പാക്ക് ഇട്ടു. എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ലവണ്ണം ബ്രൈറ്റ് ആയിട്ടോ. അടിപൊളി ഒരു ഫേഷ്യൽ തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേഷ്യലായിട്ട് ഇന്ന് ചെയ്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.